ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മത്സരചിത്രം തെളിയുമ്പോൾ മാവേലിക്കരയിൽ മുൻപെങ്ങുമില്ലാത്ത മത്സരച്ചൂടാണ്. 10ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന യുഡിഎഫിലെ കൊടിക്കുന്നിൽ സുരേഷും പുതുമുഖമായ എൽഡിഎഫിലെ CA അരുൺകുമാറും തമ്മിലാണ് പ്രധാന മത്സരം. കോൺഗ്രസ് വിട്ട് BDJSൽ ചേർന്ന ബൈജു കലാശാലയാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം പോലെ തന്നെ മാവേലിക്കരയുടെ വിധി നിർണ്ണയിക്കുന്നതും വ്യത്യസ്ത ഘടകങ്ങളാണ്. കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി പരന്നുകിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. പത്തനാപുരം, കുന്നത്തൂർ, കൊട്ടാരക്കര, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട് എന്നിവയാണ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF MLAമാരാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതു രാഷ്ട്രീയ ചിത്രമെന്ന് കരുതിയാൽ തെറ്റി. നിയമസഭ വേറെ, ലോക്സഭ വേറെ എന്നതാണ് മാവേലിക്കരയുടെ ചരിത്രം. ഈ വോട്ട് ചരിത്രത്തിലാണ് പരിചയസമ്പന്നനായ UDF സ്ഥാനാർത്ഥിയുടെ വിശ്വാസവും പ്രതീക്ഷയും. ഇവിടെ ലോക്സഭയിലും നിയമസഭകളിലും പ്രത്യേകമായി ആണ് ആളുകൾ കണ്ട് വോട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവര് എനിക്ക് വോട്ട് ചെയ്യുന്നതിന് കാരണം ഒന്ന് എന്റെ അവൈലബിലിറ്റി, രണ്ട് അവരുടെ ആവശ്യങ്ങൾ ഏതറ്റം വരെ പോയി നിറവേറ്റി കൊടുക്കുന്നു, മൂന്ന് വികസന പ്രവർത്തനങ്ങളിലുള്ള ഇടപെടലും അത് ഒരു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിൽ ആളുകൾക്കുള്ള ഒരു വലിയ താല്പര്യം, ഇതൊക്കെയാണ് എന്നെ ബാധിക്കാത്തത്. മാറ്റം ആഗ്രഹിക്കുന്നവരും മാറ്റമെന്ന വികാരവും മണ്ഡലത്തിലുണ്ട് എന്നതാണ് LDFന്റെ ആത്മവിശ്വാസം. പരിചിത മുഖങ്ങളെ തടഞ്ഞ് പുതുമുഖത്തെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതും അതുകൊണ്ടാണ്. മാവേലിക്കരയിൽ മാറ്റം വേണമെന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ ജനങ്ങൾ പറയുന്നത്. അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ മുദ്രാവാക്യം കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ആ മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നാട് ആവശ്യപ്പെടുന്നു ഒരു മാറ്റത്തെക്കുറിച്ച്. ആ മാറ്റം അനിവാര്യമാണെന്ന് നാടിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളെ നെഞ്ചിലേറ്റിയത്. ശബരിമല തരംഗത്തിൽ 2019 പിടിച്ച 1,33,546 വോട്ടാണ് NDAയുടെ മണ്ഡലത്തിലെ മികച്ച നേട്ടം. അതിനപ്പുറത്തേക്ക് കടക്കാൻ ലക്ഷ്യത്തോടെയാണ് 2016 മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന നേതാവിനെ ഇക്കുറി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. മാവേലിക്കരയിൽ NDAയുടെ അനുകൂല ഘടകം അതിലൊന്ന് അതൊരു വിരുദ്ധ തരംഗമാണ്. നമ്പർ 1, നിലവിലെ ജനപ്രതിനിധിക്കെതിരെയുള്ള ഒരു ജനവികാരം, പിന്നീട് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനവികാരം. ഇത് രണ്ടും കൂടി സമന്വയിക്കുമ്പോൾ NDAക്ക് വലിയ വിജയമുണ്ടാകും. മേൽത്തട്ടിൽ അത്ര പ്രകടമല്ലെങ്കിലും ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മാവേലിക്കര. കൊടിക്കുന്നിലിന്റെ പരിചയസമ്പന്നതയോ അരുൺകുമാറിന്റെ പുതുമയോ ആരിലാണ് മാവേലിക്കര വിശ്വാസമർപ്പിക്കുന്നത് കാത്തിരുന്നു തന്നെ കാണണം. റിപ്പോർട്ടർ, ആലപ്പുഴ.